ഇന്ന് 10-ാം ഉദയം. മഴ മാറി നിന്നിട്ടും 10-ാം ഉദയത്തിന് തന്നാണ്ട് കൃഷി ഇറക്കി കർഷകർ. ചേന, കാച്ചിൽ, ചേമ്പ് എന്നിവ മുറിച്ചു നടുന്ന തിരക്കിലാണ് ഓരോ കർഷകരും. കാലാവസ്ഥ വില്ലനായിട്ടും വരും ദിവസങ്ങളിൽ മഴ പെയ്യുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ 10-ാം ഉദയത്തിൽ കൃഷി ഇറക്കിയത്. ഈ വർഷത്തെ 10-ാം ഉദയം കർഷകർക്കത്ത് വലിയ സന്തോഷം നൽകുന്നില്ല. കനത്ത ചൂടിൽ കാർഷിക വിളകളെല്ലാം കരിഞ്ഞുണങ്ങിയതാണ് കർഷകരുടെ സന്തോഷം കെടുത്തിയത്. എങ്കിലും മേടം 10-ാം ഉദയത്തിൽ കർഷകർ പതിവ് തെറ്റിക്കാതെ കൃഷി ഇറക്കുകയാണ്. വിത്തിനായി എടുത്ത് ചാണകം മുക്കി വെച്ചവയാണ് മുറിച്ച് കുഴിച്ചു വെക്കുന്നത്. സാധാരണ ചേന, ചേമ്പ്, കാച്ചിൽ, ഇഞ്ചി തുടങ്ങിയവയാണ് ഈ ദിവസം കൃഷി ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ 3 മാസമായി മഴ ലഭിക്കാത്തതിനാൽ ഇഞ്ചി കൃഷി മഴയ്ക്ക് ശേഷമാകാമെന്ന ചിന്തയിലാണ് കർഷകർ. മഴ ലഭിച്ചില്ലെങ്കിലും കുറച്ചു ദിവസമെങ്കിലും ഉണങ്ങാതിരിക്കുന്ന തന്നാണ്ട് വിളകളാണ് നടുന്നത്. വിപണിയിൽ ന്യായവില ലഭിക്കുന്ന ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയ വിളകളാണ് ഇന്ന് നട്ടത്. മഴ താമസിയാതെ ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. ഏറ്റവും നല്ല മേടപ്പത്തിനാണ് നടുന്നത്. അല്ല, ഈ വർഷം നമ്മൾക്ക് സംബന്ധിച്ച് മഴ തീർത്ത് കുറവാ. എന്നാലും നമ്മൾ നട്ടാൻ കുഴപ്പമില്ല. ചേനയും കാച്ചിലും ചേമ്പൊക്കെ നട്ടാലൊന്നും ഉണങ്ങിപ്പോവുകയല്ല. ചാണപ്പൊടി ഇട്ട് ചപ്പുമൊക്കെ ഇട്ട് മൂടി ഇട്ടാൽ മതി, കുഴപ്പമില്ല. മഴ വരുമ്പോഴേ വെളുത്ത് കയറിക്കും. മഴ പെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. ഈ ആഴ്ച മഴ കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു മഴ, ചെറിയൊരു മഴ കൂടി തോരേ ഉള്ളൂ ഈ വർഷം. ഈ ജനുവരി തൊട്ട് ഒരു 35 വർഷമായിട്ട് തുടർച്ചയായിട്ടുണ്ട്. ഇന്ന് വരെ ഒരു രാത്രിയാകാതെ നട്ടിട്ടുണ്ട്. ചേമ്പ്, കാച്ചിൽ, ചേന, ഇഞ്ചി, മഞ്ഞൾ, അങ്ങനെയുള്ള എല്ലാ കൃഷികളും. അതിപ്പം ഇഞ്ചി നടാനും നല്ല സമയമാണ്. മഴ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മേടപ്പത്തിന് ഇഞ്ചി നടുന്നത് ഏറ്റവും കൂടുതൽ വേണം. കഴിഞ്ഞ വർഷം ഞാൻ മേടപ്പത്തിന് ഇഞ്ചി ഇടാൻ നട്ടായിരുന്നു. ഈ വർഷം മഴയില്ലാത്ത കാരണം നട്ടില്ല. പുതുവർഷം ആരംഭമായ മേടം 1-ാം തീയതി കഴിഞ്ഞു വരുന്ന 10-ാം തീയതിയാണ് 10-ാം ഉദയം. അന്ന് സൂര്യൻ ഉച്ചത്തിലാണ്, അഥവാ സൂര്യൻ ഏറ്റവും ബലവാനായി വരുന്നത് ഈ ദിവസമാണ്. കൃഷിക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണിത്. ഈ ദിവസം കൃഷി ഇറക്കിയാൽ വിളവ് ഇരട്ടി ലഭിക്കുമെന്ന വിശ്വാസമാണ് കർഷകർക്കുള്ളത്. മേടം പിറക്കുന്നതോടെ കാലായി ഒരുക്കി 10-ാം ഉദയത്തിനായി കർഷകർ കാത്തിരിക്കും. ഇതിനു മുന്നേ സാധാരണ വേനൽ മഴയിൽ ലഭിക്കും. എന്നാൽ ഇക്കൊല്ലം അതുണ്ടായില്ലെങ്കിലും പതിവ് തെറ്റിക്കാതെ കർഷകർ കൃഷി ഇറക്കിയെന്ന് മാത്രം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.